ഏറ്റവും അടുത്ത് എൻ്റെ വീട്. മണമുണ്ടോ? അയ്യോ ഒന്ന് മുഴുവൻ മണമാണ്, ഏതാണ്ട് കലക്കി വിടുക. ഇത് രാഷ്ട്രീയമായിട്ട് ശരിക്കും ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പം പാലാ നഗരസഭയിലെ കരൂരിലാണ് വാട്ടർ സൈക്കിൾ ഡയറി ഉള്ളത്. ഇതൊരു റബ്ബർ ഫാക്ടറിയാണ്. ആളുകളിവിടെ റബ്ബർ പാല് കൊണ്ടു കൊടുക്കും, അത് അവർ പ്രോസസ്സ് ചെയ്യും. ഈ കമ്പനി പ്രവർത്തിക്കുന്നത് നാട്ടുകാർക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്നിവർ പറയുകയാണ്. എന്താ സംഭവം ഇപ്പൊ എന്താ നിങ്ങളിങ്ങനെ? അല്ലെന്നേ, ഇത് ഫാക്ടറി വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പുറത്തുനിന്ന് പാല് കൊണ്ടുവരുന്നുണ്ട്. പാല് കൊണ്ടുവരുന്നത് എന്തിനാ? വർക്ക് ചെയ്യാനല്ല പാല് കൊണ്ടുവരുന്നത്. നൈറ്റിൽ ഇവിടെ വർക്ക് ഷിഫ്റ്റ് നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. സെയിൽ ടാക്സ് അടയ്ക്കുന്നതാ, ലീഗലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാ. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന എൻ്റെ പാലിറക്കി തൂക്കിയില്ലായിരുന്നു, അത് ഞാൻ കൊണ്ട് തൂക്കാൻ കൊണ്ടുപോയി. ഈ ഫാക്ടറിക്ക് യാതൊരു ലൈസൻസും ഇല്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ യാതൊരു ലൈസൻസും ഇല്ല. ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം അവിടെ പൊല്യൂട്ടഡ് ആയിട്ട് ഇവിടെ ഒഴുക്കുക. കാസർഗോഡ് ജില്ലയിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, കശുവണ്ടി ഉണ്ടാക്കാനായിട്ട് എൻഡോസൾഫാൻ അടിച്ചു. കയ്യും കാലും ഇല്ലാത്തതും മൂക്കിന് പകരം പൊത്തുള്ളതും കണ്ണിന് പകരം പൊത്തുള്ളതുമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ക്ലീൻ ചെയ്യാനാണെന്നും പറഞ്ഞ് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ വന്ന് നോക്കിയിട്ട് ഇവിടെ വേസ്റ്റ് വെള്ളം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലെ ഒരു പൈപ്പുണ്ട് ഈ റോഡിനടിയിൽ കൂടെ, അവിടെ കൊണ്ടുപോയി ആ ടാങ്കിലോട്ട് ഒഴിക്കും. ആ ടാങ്കിൽ നിന്ന് നമുക്കൊന്ന് പോയി കാണാം. റോഡിനടി കൂടെ പൈപ്പിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇത് ഇവിടെ വേസ്റ്റ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. നേരെ ആ തെളിച്ചം കാണുന്നത് തോടാണ്, ലാലം തോടാണ്. ഇത് കവിഞ്ഞൊഴുകും, നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ ആ തോടിലേക്ക് പോകും. ഇപ്പുറത്തെ സൈഡ് പാടമാണ്, പാടത്തിലേക്ക് പോകും. അടുത്ത കുടിവെള്ള സ്രോതസ്സുകളാണ് ഇത് ഉള്ളതെല്ലാം, കിണറ്റിൽ കൂടെ എല്ലാം വരും. ഈ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇത് നേരെ മീനിച്ചിലാലിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ തീരത്ത് തന്നെ എത്ര കുടിവെള്ള പദ്ധതി ഉണ്ടെന്നറിയോ? പിന്നെ ചുമയുണ്ട്, പിന്നെ ജലദോഷമുണ്ട്, ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ ഇവിടെ മണം കൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ തലയിറങ്ങി വീണു. കാരണം തലവേദന ഉണ്ട്, ഭയങ്കര മണം, കഴിക്കാനൊന്നും പറ്റത്തില്ല, ഛർദി വരും. ഇപ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലാണ്, സഹിക്കാൻ പറ്റത്തില്ല. 3 മാസമായി ഒത്തുണ്ട്. എന്നും ആശുപത്രി പോകാൻ നേരമേ ഉള്ളൂ. പിന്നെ ഈ ക്യാൻസർ വന്നൊരു രോഗിയുണ്ട്. ഒരു നിർത്തുന്നുണ്ട്, ഇതുവരെ മലിനീകരണം വേണ്ട. പൂട്ടാ ഇവര് പറയുന്നുണ്ട് മണമില്ലാതെ ഇവര് വർക്ക് ചെയ്തോളാം. പക്ഷെ അതങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. ഏറ്റവും അടുത്ത് എൻ്റെ വീട്. മണമുണ്ടോ? അയ്യോ ഒന്ന് മുഴുവൻ മണമാണ്, ഏതാണ്ട് കലക്കി വിടുക. ശ്വാസം മുട്ടല് പ്രാവശ്യമല്ല, പല പ്രാവശ്യത്തെ വരവും പോക്കുമായി. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ കടന്നു പുറക്കാൻ പറ്റിയാലാത്ത പോലെ രാത്രിയിലോ പകലൊന്നില്ലാതെ പ്രതികരണമില്ല, ഒരു നടപടിയില്ല. ഇത് മുനിസിപ്പാലിറ്റിക്ക് പൂട്ടാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത RDO മുനിസിപ്പാലിറ്റി പൂട്ടിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ട് വാസ്തവത്തിൽ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് പൂട്ടിക്കാതിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് ശരിക്കും ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പം പാലാ നഗരസഭയിലെ കരൂരിലാണ് വാട്ടർ സൈക്കിൾ ഡയറി ഉള്ളത്. ഇതൊരു റബ്ബർ ഫാക്ടറിയാണ്. ആളുകളിവിടെ റബ്ബർ പാല് കൊണ്ടു കൊടുക്കും, അത് അവർ പ്രോസസ്സ് ചെയ്യും. ഈ കമ്പനി പ്രവർത്തിക്കുന്നത് നാട്ടുകാർക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്നിവർ പറയുകയാണ്. അതിനവർക്ക് കാരണങ്ങളുമുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ റബ്ബർ ഫാക്ടറി കൂടി പാലാ നഗരസഭയിൽ സജീവ ചർച്ചയാവുന്നുണ്ട്. ശരിയേ, ഓക്കേടാ, ശരി.